എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 3 BHK സിംഗിൾ സ്റ്റോറി വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീട്. ഈ വീടിരിക്കുന്ന ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് നമുക്ക് 2 വീട് മാത്രമേ നമുക്ക് സോൾഡ് ചെയ്യാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ വീടും നമുക്ക് സോൾഡ് ആയ വീടാണ്. എല്ലാ വീട്ടിലും നമുക്ക് ആൾ താമസം വരുന്നുണ്ട്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 4,200 സെൻറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1,150 സ്ക്വയർ ഫീറ്റിൽ 3 വലിയ ബെഡ്റൂമാണ്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഈ വീട്ടിലെ കാർ പാർക്കിംഗ് ഏരിയ വരുന്ന ഷെല്ലാറിൻ്റെ അടിയിലാണ് നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ വന്നിട്ട്. ഏകദേശം നമുക്ക് 3 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ചിൻ്റെ സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. വില്ലയ്ക്കകത്തുള്ള റോഡ് വന്നിട്ട് നമുക്ക് 5 മീറ്ററാണ് നമ്മുടെ റോഡിൻ്റെ വീതി വന്നിട്ട്. ഫുൾ ടാർഡാണ്. ഈ വീട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ട് വരെ പോകാൻ വേണ്ടി 100 മീറ്റർ 150 മീറ്ററിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ. ഈ വീട്ടിൽ നമുക്ക് 150 മീറ്ററിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ടുള്ള ദൂരം വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ വരുന്നുള്ളൂ. ഈ വീട് ചുറ്റുള്ള വാസ്തു ബേസ്ഡായിട്ടാണ് വീട് ചുറ്റുള്ളത്. വടക്ക് ദർശനമാണ് വരുന്നത്. ഈ വീടിന് നമുക്ക് 2 നിലയ്ക്കുള്ള ബേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ നമുക്ക് മുകളിൽ ഒരു ഫ്ലോറും കൂടെ ചെയ്യാൻ പറ്റും. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 8 കിലോമീറ്ററും ഈ വീട്ടിൽ നിന്ന് പാപ്പനംകോട് പോകാൻ 5 കിലോമീറ്റർ, നേമത്ത് പോകാൻ 3.5 കിലോമീറ്ററും തമ്പാനൂർ പോകാൻ 13 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഇതാണ് നമ്മുടെ കാർ പോർച്ചിൻ്റെ ഏരിയ വന്നിട്ട്. ഇവിടെ നമുക്ക് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ചിൻ്റെ ഏരിയയാണ് വരുന്നത്. ഒരു കവേർഡ് കാർ പോർച്ചും വരുന്നുണ്ട്, ഒരു ഓപ്പൺ കാർ പോർച്ചും വരുന്നുണ്ട്. ഫുൾ ടെയിൽ, നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഫൈനൽ കോട്ട് പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 ആഴ്ചയ്ക്ക് തന്നെ നമ്മുടെ വീടിൻ്റെ വർക്ക് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണിത്. ഇവിടെ നമുക്ക് 2 വീടാണ് കൊടുക്കാനുള്ളത്. ഈ വീടും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വീടും, അതും സിംഗിൾ സ്റ്റോറിയുടെ 3 ബെഡ്റൂമിൻ്റെ വീടാണ്. ആ ഒരു വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസാണ്. അത് നമുക്ക് വടക്ക് ദർശനത്തിൽ 3,800 സെൻറ്റിൽ 950 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 3 ബെഡ്റൂമും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 46 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ. ഫുൾ നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലൊരു സിംഗിൾ പാളിയുടെ ഗേറ്റും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കുടിവെള്ളത്തിന് കിണറല്ല വരുന്ന ലൈൻ കണക്ഷൻ, നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനാണ് വരുന്നത്. 2,500 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കും വരുന്നുണ്ട്. 2,500 ലിറ്റർ വെള്ളം നമുക്കിവിടെ എപ്പോഴും സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റൗട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റൗട്ട് നമുക്ക് വരുന്നുണ്ട്. ഒരു ഓപ്പൺ വലിയ സിറ്റൗട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ വുഡെല്ലാം വന്നിട്ട് മഹാഗണിയും ആഞ്ഞിലുമാണ് വരുന്ന മാറ്റ് പോളിഷും ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ള് നമ്മുടെ ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് പെയിൻറ്റും വൈറ്റ് പെയിൻറ്റുമാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഹൗസിൽ നമുക്ക് വലിയൊരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്ഥലം വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റൗട്ട്. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ നമുക്കൊരു വർക്ക് ഏരിയ എടുക്കാൻ വേണ്ടിയോ അതോ സ്റ്റോർ റൂം എടുക്കാൻ വേണ്ടി അതിനുള്ള എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഈ വീടിൻ്റെ മേളിൽ കാണുന്ന വില്ലയിലെല്ലാം തന്നെ നമുക്ക് എല്ലാ വീട്ടിലും ആൾ താമസവും വരുന്നുണ്ട്. ഈ വീട്ടിലെ ഫുൾ വുഡ് വന്നിട്ട് നമുക്ക് മഹാഗണിയും ആഞ്ഞിലുമാണ് വരുന്നത്. പോളിഷ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന നമ്മുടെ ഹാള് അതിവിശാലമായിട്ടുള്ള ഹാളാണ്. ഹാളും ഡൈനിങ്ങിൻ്റെ ഏരിയയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഹാൾ അതിവിശാലമായിട്ടുള്ള ഹാളാണ്. സീലിംഗ് വർക്ക്, ഹാളിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. അകത്തെ കളറൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ലൈറ്റ് കളറാണ്. വലിയൊരു TV യൂണിറ്റിൻ്റെ ഏരിയ വരുന്നുണ്ട്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വി ഗാർഡാണ്. ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് വി ഗാർഡാണ്. നമ്മുടെ 3 ഫേസ് ആണ് വരുന്നത്. സ്വിച്ച് എല്ലാം വന്നിട്ട് ഹൈഫൈയുടെ സ്വിച്ചാണ് വരുന്നത്. ഹാളിൽ നിന്നും അടുത്ത് നമുക്ക് ഡൈനിങ്ങിൻ്റെ ഏരിയയാണ്. ഇവിടെ നമുക്ക് ഡൈനിങ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ഡൈനിങ് ആണ്. ഈ ഒരു സ്പേസിലാണ് നമ്മുടെ വാഷ് ബേസിൻ വന്നിട്ട് ഇവിടെ ഫിറ്റിങ്സ് ചെയ്യാനുണ്ട്. ഫിറ്റിങ്സ് എല്ലാം ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഏരിയ. വലിയൊരു ഡൈനിങ്ങിൻ്റെ ഏരിയയാണ് വരുന്നത്. വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. ഡൈനിങ്ങിൻ്റെ ഏരിയയിൽ നമുക്ക് ഫ്ലോർ ടൈൽ വന്നിട്ട് 4x2 വുഡിൻ്റെ മാറ്റ് ടൈലാണ് ഇവിടെ വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. ഈ ടൈൽ തന്നെയാണ് ഓപ്പൺ കിച്ചണിലോട്ടും വരുന്നത്. വലിയൊരു ഓപ്പൺ കിച്ചണാണ്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫിറ്റിങ്സ് എല്ലാം ചെയ്യാനുണ്ട്. പ്ലംബിങ്ങിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ചെയ്യാനുണ്ട്. എല്ലാം നമ്മൾ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ഈ വീട്ടിൻ്റെ വർക്ക് നമുക്ക് 2 ആഴ്ചയ്ക്കകത്ത് ഫുൾ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. മെയിൻ റോഡിൻ്റെ അടുത്തായിട്ട് വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ട് അനുയോജ്യമായ 2 വീടാണ് ഈ 2 വീടും.
ബാക്ക് സൈഡിൽ നമുക്ക് വലിയൊരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്ഥലം വരുന്നുണ്ട്. ബാക്കിൽ നനകല്ലിൻ്റെ സ്പേസ് വരുന്നുണ്ട്. ബാക്കിൽ വാഷിംഗ് മെഷീൻ്റെ വരുന്നുണ്ട്. ഈ വീട് ചുറ്റുള്ള 2 നിലയ്ക്കുള്ള ബേസ്മെൻറ്റാണ്. അഡീഷണൽ മേഖല ഒരു നിലയും കൂടെ കയറ്റാൻ പറ്റും. ബാക്കിൽ കൂടിയാണ് നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ വന്നിട്ട് ഇവിടെ നമുക്ക് സ്റ്റോർ റൂമോ എന്ത് വേണം നമുക്ക് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. TV യൂണിറ്റിൻ്റെ ഏരിയ കൂടി നമുക്ക് ബാക്ക് സൈഡിൽ ഇറങ്ങാൻ പറ്റും. അതിനൊരു ഡോർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഓപ്പൺ ബാൽക്കണിയിലോട്ടാണ് വരുന്നത്. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11:10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂമിലെ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് നമുക്ക് സെറയാണ്. ബെഡ്റൂമിലായിരുന്നാലും കളർ ലൈറ്റ് കളറാണ് വരുന്നത്. ഈ ബെഡ്റൂമിൽ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല. കബോർഡ് വർക്ക് ആവശ്യമുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള 2 ബെഡ്റൂമിൽ നമുക്ക് കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിങ്സ് നമുക്ക് സെറയാണ് ചെയ്യാൻ പോകുന്നത്. സെറയാണ് നമ്മുടെ ഫിറ്റിങ്സിന് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഇത് നമുക്ക് 11:10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം. ഹാളിൽ നിന്നും അടുത്തൊരു നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11:12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. നമ്മുടെ 3 ബെഡ്റൂമിലെ സെൻറ്റർ ചുവരിൽ, ഈ കാണുന്ന സെൻറ്റർ ചുവരിൽ നമുക്ക് അഡീഷണൽ ഒരു ടെസ്റ്റർ വർക്കോ റോയൽ പ്ലേയുടെ വർക്കോ നമുക്ക് വരുന്നതാണ്. ബാക്കിയുള്ള 3 ചുവരിലും ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നമുക്ക് 2 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ്റൂം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മലയർ ജംഗ്ഷനിലോട്ട് എത്തും മുമ്പേ നമുക്ക് ഇവിടുന്ന് പാപ്പനംകോട് വരെ പോകാൻ വേണ്ടി 5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് നേമത്ത് പോകാൻ 3.5 കിലോമീറ്ററും തമ്പാനൂർ പോകാൻ 8 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ 13 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന 4,200 സെൻറ്റിൽ 1,150 സ്ക്വയർ ഫീറ്റിൽ 3 വലിയ ബെഡ്റൂമാണ്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. 3 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഈ വീട് ചെയ്തിട്ടുള്ള 2 നിലയ്ക്കുള്ള ബേസ്മെൻറ്റാണ് വീട് ചെയ്തിട്ടുള്ളത്. വീട് ചെയ്തിട്ടുള്ള വാസ്തു ബേസിലായിട്ടാണ് വടക്ക് ദർശനമാണ് വരുന്നത്. ഈ വീട്ടിൽ കുടിവെള്ളത്തിന് നമുക്ക് കിണർ വരുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനാണ് വരുന്നത്. 2,500 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയുള്ള ടാങ്ക് വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 46 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസാണ്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് മെയിൻ ബസ് റൂട്ട് വരെ പോകാൻ വേണ്ടി 150 മീറ്ററിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ വരുന്നുള്ളൂ. റോഡ് ഫുൾ നമുക്ക് ടാർഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി വീട് കാണാനോ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.